ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഒരു വിഷയം എന്ന് വെച്ചാൽ നമുക്കിന്ന് ഓർഗനൈസേഴ്സ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റും സിമ്പിളായിട്ടുള്ള ഒരു ക്യൂട്ടായിട്ട് വരുന്നൊരു സ്റ്റോക്ക് റൂമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം കിട്ടിയത് ഞാൻ ഇതൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല, ഭയങ്കര ടഫായിരിക്കും എന്നാണ്. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇത്രയ്ക്ക് സിമ്പിളാണെന്ന് ഞാൻ കരുതിയില്ല. അപ്പോൾ വെറും 3 ഐറ്റങ്ങൾ മാത്രം മതി: ഗമ്മ്, A4 ഷീറ്റ്, പിന്നെ അതിൽ ഇട്ട് വെക്കാൻ പറ്റിയ സാധനം. ഇത്രയും സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ഡസ്റ്റൊക്കെ അല്ലെങ്കിൽ ഓർഗനൈസേഴ്സൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയൊരു ബോക്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എനിക്ക് ഇതിനെ പറ്റി വലിയ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഈ A4 ഷീറ്റ് പിന്നെ എന്താ പറയുക, ഒരു കട്ടിയില്ലല്ലോ. അപ്പോൾ പിന്നായതുകൊണ്ട് തന്നെ കുറച്ച് വെയിറ്റുള്ള സംഭവം ഇട്ട് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് വീണ് പോകും. അത് നമുക്ക് അത് നന്നായി നിൽക്കണമെങ്കിൽ പക്ഷേ നന്നായി ഒന്ന് ഒട്ടിച്ച് വെച്ചാൽ മതി. അപ്പോൾ എന്നിട്ട് സ്റ്റിക്ക് ആയതുകൊണ്ട് നന്നായി ഒട്ടും. എങ്കിൽ പോലും ഫെവിക്കോൾ ആയിരിക്കും ബെസ്റ്റ്. ഇതിൽ സ്റ്റിക്ക് ആദ്യം സ്റ്റാൻഡ് യൂസ് ചെയ്യുമ്പോൾ സ്റ്റാൻഡ് വെക്കുമ്പോൾ ഫെവിക്കോൾ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. എന്നിട്ട് ഫെവിക്കോൾ കഴിഞ്ഞു പോയി, അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഓർഗനൈസർ ഇട്ട് വെക്കാൻ പറ്റിയ ബോക്സ് ഇങ്ങനെ ഉണ്ടാക്കുമെന്ന് ഒരു ലോങ് വീഡിയോ ഇടുമെന്ന്. ആ ഒരു വീഡിയോ ആണിത്. അപ്പോൾ സംഭവം ഇത്രയൊക്കെ അടിപൊളിയാണെന്ന് ഞാൻ കരുതിയിട്ടുമില്ല, ഇത്രയൊക്കെ സിമ്പിളാണെന്ന് ഞാൻ കരുതിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. ഞാൻ ഉണ്ടാക്കിയ ക്രാഫ്റ്റ്സിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ഐറ്റം എന്ന് വെച്ചാൽ ഒന്നിതും, പിന്നെ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയൊരു മിനി ട്രാൻസ്പെറൻറ്റ് കവർ ചെയ്യുന്ന മിനി നോട്ട്ബുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതുമാണ് എനിക്ക് ഉണ്ടാക്കിയ ക്രാഫ്റ്റ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ പശക്കു പിശുക്ക് കാണിക്കാൻ അടിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഒറ്റയ്ക്ക് നിൽക്കുകയും ചെയ്യും. സ്റ്റാൻഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, വെയിറ്റ്ലെസ് സാധനങ്ങൾക്ക് പെട്ടെന്ന് വീഴില്ല, വീക്കും എന്നാലും പെട്ടെന്നൊന്നും വീഴില്ല എന്നൊരു ഇതുണ്ടാവും. അപ്പോൾ ഇതിൽ 4 ബോക്സാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോക്സ് യൂസ് ചെയ്യാം. അപ്പോൾ എത്ര ടെസ്റ്ററും ഞാൻ ഇടും. അപ്പോൾ ഇതിൽ ഞാൻ 4 കാർഡ്ബോർഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 4 കാർഡ്ബോർഡ് ഇത് നീളത്തിൽ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ ഒന്നിൻ്റെ മുകളിൽ മറ്റൊന്ന് യൂസ് ചെയ്തെടുക്കാം. പക്ഷേ ഒട്ടും പിശുക്ക് കാണിക്കാതിരിക്കുകയാണെങ്കിൽ ഒട്ടി നിൽക്കും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതിൽ സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ എല്ലാം വീണു. പിന്നെ ഞാൻ വീണ്ടും ഒന്ന് ഒട്ടിച്ചെടുത്തു. അപ്പോൾ നല്ലതാണ് പശ യൂസ് ചെയ്തിട്ടാണ് ഞാനിത് ഒട്ടിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്നൊന്നും വീണിട്ടില്ല. അപ്പോൾ ഇത് സ്റ്റിക്ക് മാത്രം ഉണ്ടായിട്ടുള്ളൂ, ഫെവിഗം തീർന്നു പോയി. അപ്പോൾ ഒന്നിൻ്റെ മുകളിൽ മറ്റൊന്നെന്ന രീതിയിൽ 2 ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതൊന്ന് A4 ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കണം.